ഹായ് ഫ്രണ്ട്സ്, പഴയ കാലത്തെ ധർമ്മപാഠങ്ങൾ ഇന്നത്തെ ജീവിതത്തെ മാറ്റുമോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിർണയിക്കുന്ന വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്തായിരിക്കും പുരാണങ്ങളിൽ ഉണ്ടായിരുന്നത്? നമുക്ക് ഈ പരമ്പരാഗത ജ്ഞാനത്തിൽ ചെന്ന് നോക്കാം. അതെൻ്റെ ജീവിതം എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും കണ്ടമംഗലം മീഡിയയിലേക്ക് സ്വാഗതം. ഹിന്ദു പുരാണങ്ങൾ അതൊരു അതുല്യ ജ്ഞാനസാഗരം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് പ്രചോദനം, ആത്മാവബോധം, ജീവിതത്തിലെ ദിശാസൂചനകൾ എന്നിവ ലഭിക്കുന്നു. ഈ ഒരാഴ്ച ഞാൻ ഈ പാഠങ്ങൾ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പരീക്ഷിക്കുകയാണ്. ഇന്നത്തെ ജീവിതം പലപ്പോഴും ഒരു കലാപരമായ അവസ്ഥയാകുന്നു. ഉൾക്കൊള്ളാനാവാത്ത സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ആശങ്ക, പലർക്കും ആന്തരികമായ ദുഃഖങ്ങൾ. നാം വളരെയധികം പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. പണത്തിനും പ്രശസ്തിക്കും സ്വീകാര്യതയ്ക്കും വേണ്ടി നെട്ടോട്ടം ഓടുന്നു. പക്ഷേ ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉള്ളത് നമ്മുടെ അതിജീവന പരമ്പരയായ പുരാണങ്ങളിലാണ്. എന്തുകൊണ്ട് ഈ പാഠങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ വേണ്ടതാണെന്ന് നമുക്ക് നോക്കാം. ഭഗവത്ഗീതയിൽ പറയുന്നു, കർമ്മണ്യേവാധികാരസ്തേ ഫലേഷു കദാചന. നാം കർമ്മം ചെയ്യണം, പക്ഷേ അതിൻ്റെ ഫലത്തെ ഇച്ഛിക്കാതിരിക്കുക. ഇത് നമ്മുടെ ജോലി, ബന്ധങ്ങൾ, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ മേഖലയിലും ബാധകമാണ്. മഹാഭാരതത്തിലെ അർജുനൻ്റെ സംശയം, ധർമ്മത്തിനായുള്ള യുദ്ധം ഇവയെ നമ്മെ ബോധിപ്പിക്കും. നീതിക്ക് വേണ്ടി നിലകൊള്ളണം, അതിനൊപ്പം തന്നെ അവബോധത്തോടെയും സമത്വബോധത്തോടെയും ജീവിക്കണം. പഴയ കാലത്തെ പ്രധാന പാഠങ്ങളിൽ ഒന്ന് വിരക്തി അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ്. ഇത് ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, മറിച്ച് നാം എന്തിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അവബോധം കൈവരിക്കുകയാണ്. ഇന്ന് നമ്മെ ഭ്രാന്തമാക്കുന്ന സ്വഭാവം പണം നേടണം, അധികാരം പിടിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ. പക്ഷേ ഈ ബോധത്തിൽ നിന്ന് വിരക്തി നേടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ പ്രയാണം ആരംഭിക്കുന്നു. അപ്പോൾ മാത്രമേ ശരിയായ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു സ്വയം അവബോധം, ദയയും കാരുണ്യവും, അകത്തുനിന്നുള്ള സന്തോഷം കണ്ടെത്താനുള്ള ശ്രമം. നാം ഓരോ ദിവസവും അതിലേക്കുള്ള യാത്രയിലാണ്. ഈ പാഠങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് താഴെ കമൻ്റായി പങ്കുവെക്കുമല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ജ്ഞാനഗ്രന്ഥം ഏതാണ്? അടുത്ത വീഡിയോയിൽ കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ ജ്ഞാനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നമസ്കാരം.